നമുക്ക് ഇന്ന് ഇത്തിരി തിരണ്ടി കറി വെച്ചാലോ. ഇന്നലെ അത് മേടിച്ചുകൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ. രാവിലെ തന്നെ കറി വെച്ചിട്ട് വേണം എനിക്ക് കടയിലോട്ട് പോകാനായിട്ട്. അത് കാരണം നമുക്ക് ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് നോക്കാം. ഇവിടെ ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ടൊന്ന് കാഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്ത് ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. ഇടുവാണ് ഇതിലേക്ക്. നല്ലതായിട്ട് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ടു. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടു. പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കണത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വന്നാൽ എടുത്തിട്ടില്ലായിരുന്നു. നമ്മുടെ ഉലുവയും കടുകും ഒക്കെ പൊട്ടി തീർന്നു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ഇടുന്നത്. അതൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ചെറുതായിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം മാത്രമാണ്, ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന പാകം. ആ ഒരു പാകത്തിലായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുഞ്ഞുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഒരു പിടി കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് അരപ്പാണ്. അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊടി എടുക്കുമ്പോൾ വീഡിയോ എടുക്കണ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അത് പൊടികളെടുത്തത് കാണിക്കാൻ പറ്റില്ല. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടിയിൽ ഒരു 1.5 സ്പൂണോളം കാശ്മീരിയാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇവിടെ എല്ലാവർക്കും എരിവ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പച്ചമുളക് ഇപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയ കാരണം അതിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് കൂടുതൽ എരിവ് വേണ്ടവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ദേ അരപ്പ് നന്നായിട്ട് അരച്ച് അത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കി അത് ഒരുവിധം മൂപ്പിച്ചിട്ട് അത് അരച്ച് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ചേർക്കേണ്ട ടൈം ഞാൻ കാണിച്ചു തരാവേ. തക്കാളി കട്ട് ചെയ്ത് ഇടുവാണ് ഈ മൂത്ത ഉള്ളിയിലേക്കൊക്കെ. തക്കാളി കട്ട് ചെയ്ത് ഒരു തക്കാളി കേട്ടോ, ഒറ്റയ്ക്കൊരു തക്കാളി ഉണ്ട്. അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ വഴറ്റുകയാണ്. ഇനി ഇതിവിടെ ഇച്ചിരി നേരം നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പം നമ്മൾ അവനെ മൂടി വെച്ചു കേട്ടോ. നമ്മൾ അടുക്കളയിൽ ഭയങ്കര വെയിലുണ്ടേ. ഈ കുഞ്ഞ് ജനലിൽ കൂടി വെയിലിങ്ങോട്ട് അടിച്ച് വരും. അതാണ് ഇങ്ങനെ വെട്ടടിക്കണത്. അന്നേരം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടിയാണ് ചൂടാക്കി നന്നായിട്ട് അരച്ച് വെച്ചേക്കണം കേട്ടോ. മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. നമ്മുടെ തക്കാളി ഒരുവിധം വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടില്ല, എന്നാലും ഒരുവിധം വേവായിട്ടുണ്ട്. ഒരുവിധം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഉടയണം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, രുചിക്ക് നല്ലത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് സമയം കൂടെ മൂടി വയ്ക്കാം അല്ലേ, അതാണ് നല്ലത്. അല്ലെങ്കിൽ ആ വെന്ത തക്കാളി നമ്മൾ പുളിവെള്ളം ചേർക്കുമ്പോൾ ചിലപ്പോൾ കല്ലിച്ചിങ്ങട് വരും. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായാലും ഇതിൻ്റെ അവസ്ഥ ഒന്ന്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കണത് 4 ചോള കുടംപുളിയാണ്. അതിങ്ങനെ വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടേക്കുവാണ്. നല്ല പുളിയുള്ള നല്ല സൂപ്പർ കുടംപുളിയാണ്. അതുകൊണ്ട് അത്രയും മതിയാവും. ഇനിയിപ്പോൾ ഈ വെന്ത തക്കാളിക്കൂട്ടിലേക്ക് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചെടുത്ത് ഇത് ഇച്ചിരി നേരം ഒന്ന് വഴറ്റണം. കാര്യം ഈ അരപ്പ് ഞാൻ ശരിക്കും ഒന്ന് മൂപ്പിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അരച്ചെടുത്തതാണ്. നമ്മളെടുത്തേ മുഴുവൻ മല്ലിയായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി തണുവുണ്ടായിരുന്നു. അത് ചൂടാക്കി പൊടിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ സാധാരണ ഇതിലേക്ക് ഞാൻ പൊടിയാണ് ഇടാറ്. ഇന്നിപ്പോൾ പൊടി ഇടാൻ പറ്റാതെ വന്നത്
ഈ പറഞ്ഞ പോലെ ഈ സാധനം പൊടിച്ചതില്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി തണുത്തതുമായിരുന്നു. ചൂടാക്കി പൊടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ആ മല്ലിയുടെ ആ ഞെട്ടിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് പൊടിയാൻ സാധ്യത കുറവുള്ള ഒരു ഭാഗമുണ്ടല്ലോ, അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചു. കുറച്ച് പൊടിച്ച് അത് പൊടിയാതെ വന്നപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചു. ഇനി നമുക്ക് ഈ അരപ്പിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറണമല്ലോ. പച്ചമണം ഇല്ല, ഇത് ഞാൻ ഓട്ടിലിട്ട് വറുത്ത് എടുത്തതാണ്. നമ്മുടെ മിക്ക അവിടെ പ്രശ്നം ഉണ്ടാക്കുക. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് എണ്ണ കറിയിൽ ചേർക്കില്ല കേട്ടോ. കുറച്ച് ഇപ്പോൾ ഒരുപാട് എണ്ണ ചേർക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എണ്ണ തെളിഞ്ഞേനെ. ഇതിനകത്ത് ഞാൻ ഒരുപാട് എണ്ണ ചേർത്തിട്ടില്ല. അതുകൊണ്ട് എന്നാലും ആവശ്യത്തിനുള്ള എണ്ണ, ഒരു കറിക്കാവശ്യമായിട്ടുള്ള എണ്ണ ഇതിനകത്തുണ്ട്. അത് മതിയെന്ന് വിചാരിച്ചിട്ടാണ്. ചട്ടിയിൽ വെയിലടിക്കുക കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കുടംപുളി കുതിർത്തി വെച്ചേക്കണ വെള്ളവും ആ പുളിയും കൂടി ഇട്ട്, ഈ കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാട്ടോ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സത്താണ് ഇളകി വന്നേക്കണം, അഴുക്കൊന്നുമല്ല. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. ഇതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. കാരണം മീൻ കിടന്ന് വേകാനുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ ആ പുളിവെള്ളവും പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് മീൻ പെറുക്കിയിടാം. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് ഇത്തിരി കാളൻ റെഡിയാക്കി ഇരിപ്പുണ്ട്. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് തുടങ്ങി. നമുക്കിതിനകത്തേക്ക് നമ്മുടെ മീനിനെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കുറുകളുള്ള ചാറാട്ടോ നമ്മുടെ. ഇത് ശരിക്കും ഒരുപാട് ചാറ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മുങ്ങിക്കിടക്കാനുള്ള അത്യാവശ്യം ചാറ് ഇതിലുണ്ട്. നമ്മുടെ പച്ചമുളകിന് കട്ട എരിവാട്ടോ. അതൊരു 4 എണ്ണം 5 എണ്ണം കണ്ട് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുളക് കുറച്ച് ചേർത്തത്. കുറച്ചല്ല, ഒരു 2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി എരിവുള്ളതുണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ ഞാനിതിനകത്ത് മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. മീനൊക്കെ മുങ്ങിക്കിടക്കാനുള്ള വെള്ളമുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിതിനകത്തേക്ക് ഇത് തിളച്ചു ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കറി നല്ല അസലായിട്ട് തിളച്ച് നല്ല ഇതായിട്ട് ഇനി തീ സിമ്മിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം നമുക്കതവിടെ വയ്ക്കാം. നമ്മുടെ കറി നല്ല സെറ്റായി. ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചു. എന്നാലും അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി തരണ്ടി കറി കേട്ടോ. ഇതിനകത്തിട്ട് തേങ്ങയും കൂടി വറുത്തരച്ച് ചേർത്താൽ സൂപ്പറാണ്. പക്ഷേ എനിക്കതിന് സമയമില്ല. എനിക്ക് ഇഷ്ടം തേങ്ങ വറുത്തരയ്ക്കാത്തതാണ്. അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.